بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൂന്നാമത്തെ പാഠത്തിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പേനയും പേപ്പറുമായിട്ടിരിക്കുക. എന്നിട്ട് ഓരോ ചോദ്യവും നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കിയതിന് ശേഷം മാത്രം ഉസ്താദ് ഉത്തരം പറയുന്നതിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചോദ്യം ഒന്ന് വായിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഹുവ ഹുമാ ഹുമാ ഹുവ ഹുമാ ഹുന്ന ഹിയ ഹും ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ലമീറുകളിൽ നിന്ന് നമ്മുടെ ഓരോ ക്വസ്റ്റ്യനിലും ആവശ്യമുള്ള ലമീർ നമ്മൾ ചേർക്കണം. ഇപ്പൊ ഇവിടെ ജാബിറുൻ എന്നാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന ലമീറുകളിൽ ഏതാണ് സ്യൂട്ട് ആവുക? അത് നിങ്ങൾ എടുത്തെഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ ദാരിസാനി, രണ്ട് കുട്ടികൾ, രണ്ട് ആൺകുട്ടികൾ, രണ്ട് വിദ്യാർത്ഥികൾ എന്നാണ്. മൂന്നാമത്തത് യർസുംന എന്നാണ്. അവര് കുറെ സ്ത്രീകൾ എഴുതുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ കുറെ പെൺകുട്ടികൾ എഴുതുന്നു. യർസുംന എന്ന് പറഞ്ഞാൽ എന്താ? വരക്കുന്നു അല്ലെ, ഡ്രോയിങ്. അതേപോലെ തന്നെ യഖ്തഊന എന്നുണ്ട്. അവര് കുറെ ആൺകുട്ടികളെ കുറിച്ച് പറയുമ്പം അവര് മുറിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വേർഡാണ്. അതേപോലെ തന്നെ ദാരിസത്തുൻ, വിദ്യാർത്ഥിനിയാണ് എന്നുണ്ട്. അപ്പൊ ഇവിടെ ഏത് ലമീറാണ്, ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ലമീറാണ് മാച്ച് ആവുക? അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാരിസത്താനി, രണ്ട് പെൺകുട്ടികൾ. അവർ രണ്ട് പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ അവർ രണ്ട് വിദ്യാർത്ഥിനികളാണ്. അപ്പൊ കൊടുത്തിരിക്കുന്ന ലമീർ ചിലപ്പോൾ ഒരു ലമീർ രണ്ടു വട്ടം യൂസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോ കാണാം. ശരി, അപ്പൊ എഴുതി കഴിഞ്ഞല്ലോ. ഒന്നാമത്തത് ജാബിറുൻ എന്നാണ്. ജാബിറുൻ ഏതാണ് മാച്ച് ആവുക? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാ മാച്ച്? ഇവിടെ നമുക്കറിയാം അന ജാബിർ എന്നൊക്കെ നമുക്ക് പറയാൻ അറിയാം അല്ലെ. അന ജാബിർ എന്നൊക്കെ നമുക്ക് പറയാൻ അറിയാം. പക്ഷെ അതിവിടെ ആൻസർ ശരിയാവുമോ? ഇവിടെ ശരിയാവില്ല. കാരണം എന്താണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ അന ഇവിടെ ഇല്ല. അപ്പൊ ഓപ്ഷനിൽ അന ഇല്ലാത്തതുകൊണ്ട് അന ശരിയാവില്ല. അല്ലെങ്കിൽ അന ജാബിർ എന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഏതേ സൂട്ടാവുള്ളൂ? ഹുമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ, രണ്ടു പേരെ സൂചിപ്പിക്കുമ്പോഴാണ് ഹുമ പറയാം. ഹുവ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാകുമ്പോഴാണ് ഹുവ. ഹുമ രണ്ടുപേര് നമ്മൾ പറഞ്ഞു. ഹുന്ന എന്താണ്? കുറെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴാ. ഹിയ എപ്പോഴാ പറയാ? അവൾ. അവൾ എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ കുറിച്ച്. ഹും എന്ന് പറയുമ്പോഴോ കുറെ ആണുങ്ങളെ കുറിച്ച്, അവർ അല്ലെ. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും സ്യൂട്ടാവുന്നത് ഇവിടെ ഹുവ ജാബിർ, അവൻ ജാബിറാണ്. ഹുവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ അല്ലെ. അതേപോലെ ദാരിസാനി എന്നുണ്ട്. ദാരിസാനി. ഇപ്പം ദാരിസാനിക്ക് ഏതാണ് ഇവിടെ മാച്ച് ആവുക? ഹുമ അല്ലെ. രണ്ട് കുട്ടികൾ ഉള്ളത് കൊണ്ട് ഹുമാ ദാരിസാനി എന്നതാണ് എന്താവുക? ഏറ്റവും സ്യൂട്ട് ആവുന്നത്. അവർ രണ്ട് വിദ്യാർത്ഥികളാണ്, അവർ രണ്ടുപേർ വിദ്യാർത്ഥികളാണ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. യർസുംന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളാണ് ഇല്ലേ. യർസുംനയും യഖ്തഊനയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണുന്നില്ലേ? ഇങ്ങനെ വാവില്ലാതെ ഇങ്ങനെ പറയുമ്പം ഇത് സ്ത്രീകളായിരിക്കും. അപ്പൊ ഇതിന്റെ ലമീർ എന്തായിരിക്കും? ഹുന്നയായിരിക്കും. ഇവിടെ വാവും കൂടെ ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർ, ആൺകുട്ടികളെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലമീർ ഹും എന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്നയൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി എന്താണ്? അപ്പൊ നമ്മളിവിടെ ഏതാണ്? നമ്മൾ എഴുതിയത് മാഞ്ഞു പോയി അല്ലേ. അപ്പൊ ഒന്നാമത്തതിന്റെ ആൻസർ ഹുവയാണ്. രണ്ടാമത്തതിന്റെ ആൻസർ ഹുമാ എന്നതാണ്. മൂന്നാമത്തതിന്റെ ആൻസർ എന്താണ്? ഇതിങ്ങനെ ഓർഡറിലാണെന്ന് വിചാരിക്കരുത്. മൂന്നാമത്തത് ഇവിടെ ലേഡീസിനെ കുറിച്ചാണ്, നമ്മൾ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹുന്നയാണ് ചേർക്കേണ്ടത്. ഇനി യഖ്തഊനക്ക് ഞാൻ പറഞ്ഞു എന്താണ്? ആണുങ്ങളാണ് അല്ലെ, മുറിക്കുന്നു, അവർ ആൺകുട്ടികൾ. അപ്പൊ ഹും എന്ന് ചേർക്കണം. ദാരിസത്തുൻ എന്നതിൽ ഇവിടെയുള്ളതിൽ ഏതാ മേച്ചാവുക? അന്ത്യദാരിസത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതൊന്നും ഇവിടെ തന്നിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതേ ഉള്ളൂ? ഹിയ, അവൾ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നതിലുള്ള ഉത്തരം. ഇനി ദാരിസത്താനിക്ക് ഏതാണ് മാച്ചാവുക? ദാരിസത്താനിക്ക് രണ്ട് പെൺകുട്ടികളായി, രണ്ടാകുമ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹുമ എന്നത് ഉപയോഗിക്കാം.
അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ ഉത്തരങ്ങൾ. അല്ലാതെ ഇവിടെയൊക്കെ നമുക്ക് വേറെയും ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒന്നും തന്നിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തമ്മിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വേറെ ഉത്തരങ്ങളും ശരിയായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്തുമാ ദാരിസത്താൻ എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണെന്ന് പറഞ്ഞൂടെ? അന്തി ദാരിസത്തുൻ, നീ ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനിയാണെന്ന് പറഞ്ഞൂടെ? അല്ലേ? അങ്ങനെയൊക്കെ പറയാം. അന ജാബിറുൻ, ഞാൻ ജാബിറാനെന്ന് പറഞ്ഞൂടെ? ഇതൊക്കെ എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. പക്ഷെ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് എടുത്തെഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ എടുത്തെഴുതണം. അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആദ്യം ഈ ഒരു ഒരു ജദുവൽ ഉണ്ട് ഇവിടെ. ജദുവൽ എന്താണ്? ജദുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ടേബിൾ എന്നാണ് അർത്ഥം. ഈ ടേബിൾ ഒന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ? എന്താണ് ഈ ടേബിളിൽ നമുക്ക് പൂരിപ്പിക്കാനുണ്ടാവുക? നിങ്ങളൊന്ന് ചെയ്തേ. ഹുവ ഡാഷ് ഹും ഡാഷ് ഹുമ ഡാഷ് അന്ത ഡാഷ് 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 അന്തുമ ഡാഷ് അന ഡാഷ്. കാണാതെ പുസ്തകത്തിൽ നോക്കാറൊന്നും ഫില്ല് ചെയ്ത് നോക്കിയേ. ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം പറയാം. ഹുവ, എന്താണ് ഉത്തരം? ഹുവ കഴിഞ്ഞിട്ട് ഹുമാ, ഹും, പിന്നെ ഹിയ, ഹുമാ, ഹുന്ന, അന്ത, അന്തുമാ, അന്തും, അന്ത, അന്തുമാ, അന്തും, അന്തി. എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറയും ഇതൊക്കെ അല്ലേ? അന്തുമാ, പിന്നെന്താണ്? അന്തുന്ന അല്ലേ? അന്ത, അന്തുമാ, അന്തും, അന്തി, അന്തുമാ, അന്തുന്ന, അന്തുന്ന. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു. ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. കാരണം ഇത് നമുക്ക് വളരെ അത്യാവശ്യം. ഇതുണ്ടെങ്കിലേ നമ്മളോട് തന്നിട്ടുണ്ടാവുള്ളൂ. ഈ പാഠം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം കൂടെ ഉസ്താദ് ജസ്റ്റ് ഒന്ന് പറയാം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ഹുവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ. അപ്പം ഹുമ എന്ന് പറഞ്ഞാൽ അവർ, രണ്ടുപേരെ കുറിച്ച് പറയുമ്പം അവർ. നമ്മൾ മലയാളത്തിൽ ഇതിനും അവറാണ്, ഇതിനും അവറാണ്, ഇതൊക്കെ അവറാ. അവർ ഇത് തന്നെ പറയാ. ഓക്കെ, ഇവിടെ അല്ല, അതിന്റെ മേലത്തൊക്കെ നമ്മൾ എന്ത് തന്നെ അവർ തന്നെ പറയാം. പക്ഷെ നമുക്ക് അറബിയിലാകുമ്പം അതിനെന്തുണ്ട്? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. ഹുമ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. ഹും എന്ന് പറഞ്ഞാലും അവർ തന്നെ. പക്ഷെ അത് എത്ര പേരുണ്ടാവും? രണ്ടിൽ കൂടുതൽ കുറെ പേരുണ്ടാകുമ്പോഴാണ് ഹും എന്ന് പറയാം. മാത്രവുമല്ല, ആരുമായിരിക്കും? പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ, ആണുങ്ങളൊക്കെ ആവുമ്പോഴാണ് ഹും എന്ന് പറയുള്ളൂ. കുറേ ആളുകളുണ്ട് പക്ഷെ സ്ത്രീകളാണ്. അപ്പൊ ഏതാ പറയാ? ഹുന്ന. അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾ എന്നർത്ഥം. അവർ കുറെ സ്ത്രീകൾ. അർത്ഥം പറയുമ്പോൾ അവർ കുറെ സ്ത്രീകൾ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളാവുമ്പോഴേ ഹുന്ന വെച്ചിട്ട് പറയാൻ പാടുള്ളൂ. ഏതുപോലെ നമ്മൾ ഹാദ ഹാദിഹി പഠിച്ചില്ലേ? ഹാദാന്റെ അർത്ഥവും ഇത് എന്നാണ്, ഹാദിഹിന്റെ അർത്ഥവും ഇത് എന്നാണ്. പക്ഷെ ഹാദ പറയുന്നതും ഹാദിഹി പറയുന്നതും വ്യത്യാസമില്ലേ? ദാലിക്ക എന്ന് പറഞ്ഞാലും അത്, തിൽക്ക എന്ന് പറഞ്ഞാലും അത്. പക്ഷെ ദാലിക്ക എപ്പോഴാ പറയാ? ആണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, ആണായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ദാലിക്ക പറയാ. പെണ്ണാകുമ്പോൾ തിൽക്ക പറയണം. അതേപോലെ ഹും എന്ന് പറഞ്ഞാലും ഹുന്ന എന്ന് പറഞ്ഞാലും കുറെ ആളുകളെ കുറിച്ചാ പറയാ, അവർ എന്ന് പറയാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഹും ആണുങ്ങളെ കുറിച്ചും ഹുന്ന പെണ്ണുങ്ങളെ കുറിച്ചുമാണ് ഉപയോഗിക്കുക. അപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ, ആണുങ്ങൾ തന്നെ ആണ്. ഹുമ രണ്ടുപേരാകുമ്പോൾ പിന്നെ ആണായാലും പെണ്ണായാലും ഒന്നും പ്രശ്നമില്ല. ഹുമ രണ്ടുപേര് കേട്ടോ. ചിലപ്പോൾ ഒരാണും ഒരു പെണ്ണും ഒക്കെ ആയിരിക്കും, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഹും എന്ന് പറഞ്ഞാൽ അവർ. എന്താർത്ഥം? പുരുഷന്മാരായ അവർ അല്ലെ? ഇവിടെ അവൻ. അവൻ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് മലയാളത്തിലും അവൻ എന്നത് ആണുങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. സ്ത്രീകളെ കുറിച്ച് നമ്മൾ പറയുമ്പം അവൾ എന്നത് നമ്മൾ സ്ത്രീകളെ കുറിച്ചേ പറയാറുള്ളൂ അല്ലെ? എന്ത് ചെയ്യാറില്ല? അവൾ എന്ന് നമ്മൾ ആണുങ്ങളെ കുറിച്ച് പറയില്ലല്ലോ. അതേപോലെ അറബിയിൽ അവൾ എന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് ഹിയ. ഹുമ രണ്ടുപേര്. പിന്നെ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഹുന്നയാണ് ഉണ്ടായിരുന്നത്, കുറെ സ്ത്രീകളെ കുറിച്ച് അവർ എന്ന് പറയുമ്പം. ഇനി അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ്
അന്തി എന്ന് പറഞ്ഞാലും നീ എന്നാണ് നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ നീ എന്ന് പറഞ്ഞാൽ ആണിനോടാണ്, ഈ നീ എന്ന് പറഞ്ഞാൽ പെണ്ണിനോടാണ്. അന്ത എന്ന് പറഞ്ഞാൽ ആണിനോടാണ് പറയാ, അന്തി എന്ന് പറയുമ്പോൾ പെണ്ണിനോടാണ് പറയാ. നീ എന്നാണ് അർത്ഥം. അന്തുമ എന്ന് പറഞ്ഞാൽ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെന്നാണ്, ആണായാലും പെണ്ണായാലും അന്തുമ തന്നെ. അന്തും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്നാണ്. നിങ്ങൾ കുറെ ആളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ നിങ്ങൾ എന്ന് പറയാ അല്ലെ, കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ. പക്ഷെ അന്തും എന്ന് പറഞ്ഞാലും നിങ്ങളാണ്, അന്തുന്ന എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? നിങ്ങൾ എന്ന് തന്നെയാണ്. പക്ഷെ അന്തും എന്ന് ആരോടാ പറയാ? പുരുഷന്മാരോടാണ്. അന്തുന്ന എന്ന് സ്ത്രീകളോടാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് പിന്നെ ആണായാലും പെണ്ണായാലും ഒക്കെ ഞാൻ തന്നെ പറയുള്ളൂ അല്ലെ, അന എന്ന് തന്നെ പറയാം. ഞങ്ങൾ എന്നതിന്, അതിലാണും പെണ്ണും ഒക്കെ ഉണ്ടാവാം, ഞങ്ങൾ എന്നതിന് നെഹ്നു എന്നും പറയും. ഞങ്ങള് അല്ലെങ്കിൽ അറബിയില് നമ്മൾ എന്നതിനും വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. ഞങ്ങൾ എന്ന് പറയുന്നതും നമ്മൾ എന്ന് പറയുന്നതും ഒക്കെ എന്ത് നെഹ്നു എന്നാണ് ഉപയോഗിക്കുക. അപ്പോ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഹുവ അല്ലെങ്കിൽ ഹിയ. ഒരാണിനെ കുറിച്ച് അവൻ എന്ന് പറയാൻ ഹുവയും അവൾ എന്ന് പറയാൻ ഹിയയും. രണ്ടാണുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രണ്ടാളുകൾ, അത് ആണായാലും പെണ്ണായാലും വ്യത്യാസമില്ല, ഹുമാ എന്ന് പറയാം. പിന്നെ കുറെ ആണുങ്ങളെ കുറിച്ച് അവർ എന്ന് പറയാൻ ഹും, കുറെ പെണ്ണുങ്ങളെ കുറിച്ച് അവർ എന്ന് പറയാൻ ഹുന്ന. ഒരു സ്ത്രീയോട് നീ എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? ഒരു സ്ത്രീയോട് നീ എന്ന് പറയാൻ അന്തിയാണ് ഉപയോഗിക്കുക. ഒരു പുരുഷനോട് നീ എന്ന് പറയാൻ അന്ത എന്നാണ് ഉപയോഗിക്കുക. രണ്ടുപേരോടാണെങ്കിൽ അന്തുമ എന്ന് ഉപയോഗിക്കും, അതാണായാലും പെണ്ണായാലും വ്യത്യാസമില്ല. കുറെ പുരുഷന്മാരോട് നിങ്ങൾ എന്ന് പറയാൻ അന്തും എന്ന് ഉപയോഗിക്കും, കുറെ സ്ത്രീകളോട് നിങ്ങൾ എന്ന് പറയാൻ അന്തുന്ന എന്നും ഉപയോഗിക്കും. ഞാൻ എന്ന് പറയാൻ അന നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ എന്ന് പറയാൻ നെഹ്നു. അപ്പോ ഇതുകൂടെ നമ്മളിവിടെ അവസാനിപ്പിച്ചു. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ജദുവലും കൂടെ ഒന്ന് പൂർത്തിയാക്കി നോക്കാം. ഈ ജദുവൽ എന്താണ് ഇതിൽ പറയുന്നത്? ദാരിസുൻ, ദാരി. ഇവിടെ എന്താ വരിക? നിങ്ങളൊന്ന് എഴുതി, ആദ്യം നിങ്ങളൊന്ന് എഴുതിയിട്ട് പറയാം. എഴുതി കഴിഞ്ഞോ? ദാരിസുൻ, ദാരിസാനി, ദാരിസൂന, ദാരിസത്തുൻ, ദാരിസത്താനി, ദാരിസാത്തുൻ. കുറച്ച് വേഗം എഴുതുന്നതുകൊണ്ട് വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതാണ് സംഭവം. അപ്പൊ നമുക്കറിയാം ദാരിസുൻ, ദാരിസാനി, ദാരിസൂന, ദാരിസത്തുൻ, ദാരിസത്താനി, ദാരിസാത്തുൻ. പെട്ടെന്ന് അങ്ങ് ഒരു പാട്ട് പോലെയൊക്കെ പാടിയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. എന്താണിത്? ദാരിസുൻ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി, ആൺകുട്ടി, ഒരാൾ. ദാരിസാനി രണ്ട് വിദ്യാർത്ഥികൾ, ആൺകുട്ടികൾ. ദാരിസൂന കുറെ കുട്ടികൾ, രണ്ടിലധികം ഉണ്ടാവുമ്പോൾ ദാരിസൂന എന്ന് പറയും, വിദ്യാർത്ഥികൾ. ദാരിസത്തുൻ വിദ്യാർത്ഥിനി, ഒരു വിദ്യാർത്ഥിനി. വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് വിദ്യാർത്ഥി. അറബി മലയാളത്തിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാ അറിയാലോ അല്ലെ? ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അറബി മലയാളം ഉപയോഗിക്കാതെ മലയാളം തന്നെ ഉപയോഗിക്കുക. വിദ്യാർത്ഥി. ഓക്കെ, വിദ്യാർത്ഥിനി എന്നാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു നീയും കൂടെ ചേർത്ത് വിദ്യാർത്ഥിനി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇത് എഴുതേണ്ടത്. ശരി. അപ്പൊ ദാരിസു എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി, ദാരിസാനി രണ്ട് വിദ്യാർത്ഥികൾ, ദാരിസൂന കുറെ വിദ്യാർത്ഥികൾ, ദാരിസത്ത് ഒരു വിദ്യാർത്ഥിനി, ദാരിസത്താനി രണ്ട് വിദ്യാർത്ഥിനികൾ. ഇങ്ങനെയല്ല, ഇത് ഇവിടെ എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണം അല്ലെ, വിദ്യാർത്ഥിനി കൂട്ടി എഴുതണം. ഓക്കെ, അപ്പൊ രണ്ട് വിദ്യാർത്ഥിനികൾ. അതേപോലെ തന്നെ ദാരിസാത്ത് എന്ന് പറഞ്ഞാലും വിദ്യാർത്ഥിനികളാണ്, പക്ഷെ കുറെ പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ രണ്ടിലധികം ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദാരിസാത്തുനെന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ജദുവലും നമ്മൾ ടേബിള് നമ്മൾ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എവിടേക്കാണ്? അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഹുവ, ഹുമാ, ഹും ഒക്കെ വരുന്നത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അന്ത, അന്തുമ വരുന്ന ഒരു സാധനം, കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിലൊക്കെ ഇതിന്റെ ഉത്തരം നമ്പർ ഇട്ടിട്ട് ഓരോന്നിന്റെ ഉത്തരം എഴുതിക്കോ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? യോജിച്ച ലമീറുകൾ, തന്നിരിക്കുന്നതിൽ നിന്ന് യോജിച്ച ലമീറുകൾ എഴുതാനാണ്. ഇവിടെ ഉള്ള ലമീറുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസറിൽ കൊടുക്കേണ്ടത്. വേറെ ലമീർ ചേർക്കരുത്. യാ ഫാത്തിമ, മോളെ ഫാത്തിമ, മോളെ എന്നൊന്നുമില്ല, ഫാത്തിമ എന്ന് വിളിക്കുകയാണ്. നാജിഹത്തുൻ, വിജയിച്ചവളാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വേണ്ടത്? നീ എന്നതിന് പറ്റുന്ന, മലയാളത്തിലല്ല അറബിയിലുള്ള വേർഡാണ് നമുക്ക് വേണ്ടത്. അത് ഇവിടെ ഉണ്ട്. പക്ഷെ നീ എന്ന് പറയുന്നതിന് രണ്ട് വാക്കുണ്ട് എന്ന് നമുക്കറിയാം, അന്തയും ഉണ്ട്. ഉത്തരത്തിലേക്ക് എത്തി. ഇപ്പോ
അന്തിയും ഉണ്ട്, അന്തയും ഉണ്ട്, അന്തിയും ഉണ്ട് അല്ലെ. അതിലേതായിരിക്കും ഇവിടെ സൂട്ടാവാന്ന് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് എഴുതാൻ പറ്റും. യാ സാലിമു, സാലിമേ ഡാഷ് സ്വദീഖി, നീ എന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഇവിടെ സാലിമിനോട് നീ എന്ന് പറയാൻ ഉപയോഗിക്കേണ്ട വാക്ക് ഏതാന്ന് നിങ്ങൾ കണ്ടെത്തുക. അടുത്തതായിട്ട് നിങ്ങൾ രണ്ടുപേരും, ഇവിടെ നിങ്ങളെന്നേ ഉള്ളൂ നമുക്ക്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ രണ്ടുപേരും പേപ്പറിൽ എഴുതും അല്ലെങ്കിൽ എഴുതുന്നു. അപ്പോ ഇവിടെ നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതിന് പറ്റിയ വേർഡ് യൂസ് ചെയ്യണം. തുസമ്മിംനൽ ഖിലാഫ, നിങ്ങൾ കവർ ഡിസൈൻ ചെയ്യുന്നു. കവർ ഡിസൈൻ ചെയ്യുന്ന ഇവിടെ തുസമ്മിംന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പെണ്ണുങ്ങളോടാ പറയുന്നത്, സ്ത്രീകളോടാ. അപ്പൊ അതിന് പറ്റി ഇവിടെ എഴുതും. യാ അബ്നാഉ, മക്കളെ, ആൺകുട്ടികളെ, ലാഇബൂന, കളിക്കുന്നവരാണ്. നിങ്ങൾ എന്നല്ലേ വേണ്ടത്, നിങ്ങൾ കളിക്കുന്നവരാണ്. ശരി, ഇനി നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി പറയാം. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. യാ ഫാത്തിമ, ഫാത്തിമ ഏതാ ഇവിടെ വരിക? നമുക്കറിയാം രണ്ട് വാക്കുകളാണ് നീ എന്ന് പറയാനുള്ളത്. അതിൽ പെണ്ണിനോട് പറയാൻ ഉപയോഗിക്കേണ്ടത് അന്തി എന്നാണ്. ഫാത്തിമ പെണ്ണായതുകൊണ്ട് അന്തി എന്ന് പറയണം. യാ സാലിമു, സാലിമേ, ആണിനോട് നീ എന്ന് പറയാൻ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഒരാളോട് നീ എന്ന് പറയാൻ അന്ത. ഇവിടെ രണ്ട് പേരുണ്ട്, അപ്പൊ രണ്ട് പേരുണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അന്തുമാ എന്നതാണ് വേണ്ടത്. ഇനി തുസമ്മിമിനൽ ഖിലാഫ്, ഇവിടെ തുസമ്മിമിനെ കാണുമ്പോൾ നമുക്കറിയാം എന്താണ്, കുറെ പെണ്ണുങ്ങളോട് പറയുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് പറയണം? കുറെ പെണ്ണുങ്ങളോട് പറയുന്നത് മാത്രല്ല, തുസമ്മിമിന നിങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം എന്തായിരിക്കും? അന്തുന്ന, നിങ്ങൾ എന്ന് കുറെ സ്ത്രീകളോട് പറയണമെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്ക് ഏതാ? അന്തുന്ന. യാ അബ്നാഉ, ആൺകുട്ടികളോട് മക്കളെ, ആൺമക്കളെ എന്ന് വിളിക്കുക. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക? നിങ്ങൾ എന്ന് പറയണമെങ്കിൽ അന്തും, അന്തും എന്നാണ് വരിക. സംശയമൊന്നുമില്ലല്ലോ, ഉത്തരങ്ങളൊക്കെ ശരിയായിട്ടില്ലേ? മായ്ക്കട്ടെ, അടുത്തതിലേക്ക് പോവാല്ലേ. അടുത്തത് നമുക്ക് ഇതിലും ഇതേപോലെ, ഇവിടെ പക്ഷെ ഓരോ ചോദ്യത്തിനും സെപ്പറേറ്റ് ആണ് ഓപ്ഷൻസ് ഉള്ളത്. നേരത്തേക്ക് ഉണ്ടായിരുന്നത് പോലെ ക്വസ്റ്റ്യന് ഒന്നിച്ച് ഓപ്ഷൻ അല്ല, ഓരോ ചോദ്യത്തിനുമാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഓപ്ഷനിലുള്ള ഉത്തരം മാത്രം നമ്മൾ എടുത്തെഴുതണം. ഇവിടെ യാ ഫാത്തിമ, ഫാത്തിമ ഡാഷ് ഉഖ്തി, നീ എന്റെ സഹോദരിയാണ്. ഫാത്തിമത്തു, ഫാത്തിമ ഉഖ്തി, അവൾ എന്റെ സഹോദരിയാണ്. ഡാഷ് യുലവ്വിനാനി സഫഹാത്ത്, അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? പേപ്പറിൽ കളർ കൊടുക്കുന്നു. അടുത്തത് യബ്നു വയാ ബിൻതു, യാ ഇബ്നു അല്ലെങ്കിൽ യബ്നു കേട്ടോ. യബ്നു എന്നാണ് ശരിക്കും വായിക്കേണ്ടത്, നിങ്ങൾ വേണമെങ്കിൽ യാ ഇബ്നു എന്ന് വായിച്ചോ തൽക്കാലം. വയാ ബിൻതു, മോനെ, മോളെ. അപ്പൊ ഒരു ആൺകുട്ടീനെ ഒരു പെൺകുട്ടീനെ രണ്ടാളെയും കൂടെ വിളിച്ചു. അപ്പൊ നിങ്ങൾ എന്നല്ലേ പിന്നെ പറയാ, നിങ്ങൾ രണ്ടാളും എന്നല്ലേ പറയാ. അപ്പൊ അതിന് പറ്റിയ എന്തോന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ചേർക്കണം. അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ ഡാഷ് യദ്ഹബൂന ഇലാ മക്ക, അവര് മക്കയിലേക്ക് പോകുന്നു, പോകുന്നവരാണ്, പോകുന്നു. യാ ബനാത്തു, പെൺകുട്ടികളെ, നിങ്ങൾ ദാരിസാത്തുൻ, വിദ്യാർത്ഥിനികളാണ്. അപ്പൊ ഓരോന്നിനും മാച്ച് ആവുന്ന ലമീർ എടുത്ത് ഒന്ന് പൂരിപ്പിച്ചു കൊടുത്തേ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. യാ ഫാത്തിമ എന്ന് വിളിച്ചാ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഫാത്തിമ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവളോട് എന്തേ പറയാൻ പറ്റൂ? നീ എന്നേ പറയാൻ പറ്റൂ. ഇവിടെ പക്ഷേ ഫാത്തിമ എന്ന് വിളിക്കുന്നൊന്നുമില്ല. പിന്നെന്താണ് ചെയ്തിട്ടുള്ളത്? എന്താ ചെയ്തിട്ടുള്ളത്? ഫാത്തിമ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവൾ എന്റെ സഹോദരിയാണെന്നാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഇവിടെ എന്തേ പറ്റുള്ളൂ? ഹിയ എന്നേ പറ്റുകയുള്ളൂ. ഇവിടെ അന്ത പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒന്നാമത് ഇവിടെ ഫാത്തിമാനെ വിളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോ വിളിക്കാതെയും നമുക്ക് ചിലപ്പോൾ അന്ത ഉപയോഗിക്കാനൊക്കെ, ഇപ്പൊ യാ ഇല്ലാതെയും ചിലപ്പം അന്ത നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അന്ത ആണിനോടാണ് പറയുള്ളൂ അല്ലേ, ഇവിടെ പെണ്ണല്ലേ, ഫാത്തിമയല്ലേ. അപ്പൊ എന്തായാലും അന്ത പറ്റൂല. ഹിയ പറ്റും, ഹുവ പറ്റൂല. രണ്ടുപേര് കളർ കൊടുക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഏതാണ് ഇവിടുത്തെ ലമീർ ഉണ്ടാവുക? അന്തുമ പറ്റുമോ? അന്തുമ പറ്റൂല. കാരണം എന്താണെന്നറിയോ? അവർ രണ്ടുപേർ കളർ കൊടുക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. യുലവ്വിനാനി എന്ന് പറയുമ്പോൾ താ കൊണ്ടാ തുടങ്ങിയതെങ്കിൽ പിന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയായിരുന്നു അന്തുമ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ യാവ് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് നമുക്ക് അന്തുമ പറ്റൂല. അപ്പൊ യാവ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുള്ളൂ? യുലവ്വിനാനി എന്ന് പറയുമ്പോൾ എന്തേ പറ്റുള്ളൂ? ഹുമ എന്നതേ ഇവിടെ ശരിയാവുകയുള്ളൂ. എന്ത് ശരിയാവില്ല? ഹുമ എന്തായാലും ശരിയാവില്ല. കാരണം എന്താ? ഹുമ കുറെ ആളുകൾ ഉണ്ടാവുമ്പോഴാ പറയാ. ഇത് രണ്ടാളുകൾ ഉള്ളതാണ്, അതുകൊണ്ട് ഹുമ എന്നതേ ശരിയാവും.
യബ്നു വയാ ബിന്തു, മോനെ മോളെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരെന്ന് പറയണം അല്ലെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരെന്ന് പറയാൻ നമുക്ക് എന്താ വേണ്ടത്? അന്തുമാ. നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കണേ. നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കണം. അന്തുമ. ഇനി അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് പറയല്ലേ. അപ്പൊ നിങ്ങൾ എന്ന് പറയാൻ പറ്റൂല. എന്താ പറയാ? അവർ എന്നാ പറയാ. മുസ്ലിങ്ങളെ എന്ന് വിളിച്ചാൽ നിങ്ങൾ എന്ന് പറയാൻ പറ്റും. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുമ്പോൾ അവർ എന്നാണ് പറയേണ്ടത്. അപ്പം ഹും എന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. യാ ബനാത്തു, പെൺകുട്ടികളെ. ഏതായിരിക്കും ശരി? അന്തുന്നായിരിക്കും അല്ലെ. കാരണം അന്തും എന്നാരോടാ പറയാ നമ്മള്? അന്തും എന്ന് നമ്മൾ പറയുന്നത് ആൺകുട്ടികളോടാണ്. അന്തുന്ന എന്നതാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെൺകുട്ടികളോട് പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഉത്തരങ്ങൾ ശരിയാണോ നോക്കിക്കോളൂ. മായ്ക്കട്ടെ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതും അല്ലാതെ ഉപയോഗിക്കേണ്ടതും ഒക്കെ. ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കിയേ. യാ ബിന്തു, മോളെ. ദാരിസത്തുൻ, വിദ്യാർത്ഥിനിയാണ്. ഹാദിഹി ബിന്തുൻ, ഇവളൊരു പെൺകുട്ടിയാ. ദാരിസത്തുൻ, വിദ്യാർത്ഥിനിയാണ്. അപ്പൊ ഇവിടെയൊക്കെ വിട്ടുപോയ ലമീറുകൾ നമ്മൾ ചേർക്കണം. ലമീർ എന്ന് പറഞ്ഞാൽ അവൻ അവൾ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ലമീർ എന്ന് പറയാം. ഹാദ ഇബ്നുൻ, ഇതൊരു ആൺകുട്ടിയാ. ദാരിസുൻ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? അവൻ വിദ്യാർത്ഥി, അങ്ങനല്ലേ പറയാം അല്ലെ. ഇതൊരാൺകുട്ടിയാണ്, നീ വിദ്യാർത്ഥിയാണെന്നല്ലോ. ഇതൊരാൺകുട്ടിയാണ്, അവൻ വിദ്യാർത്ഥിയാണ്. യബ്നു, മോനെ. മോനെ, അവൻ വിദ്യാർത്ഥിയാണ് വരെ. മോനെ, നീ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കിയിട്ട് ഹാ ഉലായി ബനാത്തുൻ, ഇവര് പെൺകുട്ടികളാണ്. ദാരിസാത്തുൻ, വിദ്യാർത്ഥിനികളാണ്. യാ ബനാത്തു, പെൺകുട്ടികളെ. ദാരിസാത്തുൻ, വിദ്യാർത്ഥിനികളാണ്. അപ്പോൾ ഓരോന്നിനും വിട്ടുപോയത് നീയാണോ, അവനാണോ, നിങ്ങളാണോ, അവരെന്നാണോ, ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോളൂ ബാക്കി. ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നോക്കാം. യാ ബിന്തു, മോളെ എന്ന് വിളിച്ച ഒരു പെണ്ണിനെ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം എന്നാ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്? അന്തി. യാ ഫാത്തിമ എന്ന് വിളിക്കുമ്പോൾ തന്നെ അല്ലേ യാ ബിന്തു എന്ന് വിളിച്ചാലും അന്തി എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഹാദിഹി ബിന്തുൻ, ഇവളൊരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഇതൊരു പെൺകുട്ടിയാണ്. അപ്പൊ എന്തു പറയണം? ഇതൊരു പെൺകുട്ടിയാണ്, അവൾ വിദ്യാർത്ഥിനിയാണ്. ഹിയ ദാരിസത്തുൻ, അവൾ ഒരു സ്റ്റുഡന്റ് ആണ്. മനസ്സിലായോ? ഹാദ ഇബ്നുൻ, ഹാദ ബിനുൻ, ഇതൊരു ആൺകുട്ടിയാണ്. ഇതൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? ഹുവ ദാരിസുൻ എന്ന് പറയണം, അല്ലാതെ അന്ത ദാരിസ് എന്ന് പറയില്ലല്ലോ. എന്നാ മോനെ ആൺകുട്ടി, അല്ലെങ്കിൽ മോനെ യബ്നു അന്ത അല്ലെ. യബ്നു എന്ന് വിളിച്ചാൽ പിന്നെ എന്ത് പറയണം? അന്ത എന്ന് പറയണം. അപ്പൊ വിളിക്കുമ്പം അവനോട് പറയുമ്പം അന്ത, അവനെ കുറിച്ച് വേറെ ആളോട് പറയുമ്പം ഹുവ. മനസ്സിലായ? അവനോട് പറയുമ്പോ അന്ത, അവനെ കുറിച്ച് വേറെ ആളോട് പറയുമ്പോ ഹുവ, അവളോട് പറയുമ്പം അന്തി, അവളെ കുറിച്ച് വേറെ ആളോട് പറയുമ്പം ഹിയ. ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗലായി ബനാത്തുൻ, ഇത് പെൺകുട്ടികളാണ്. ഇത് പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എന്തായിരിക്കും? ഹുന്ന ദാരിസാത്തുൻ. യാ ബനാത്തു, വിളിച്ചു പെൺകുട്ടികളെ. അപ്പൊ എന്ത് വരും? അന്തുന്ന ദാരിസാത്തുൻ, അന്തുന്ന ദാരിസാത്തുൻ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മൾ വിളിക്കാതെ അവരെ കുറിച്ച് പറയുമ്പം ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന ഒക്കെയാണ് ഉപയോഗിക്കുക. അതേസമയം അവരെ വിളിച്ചിട്ട് പറയുമ്പം അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്നയാണ് എന്ത് ചെയ്യുക? അവരെ വിളിച്ചിട്ട് നീ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുക. അപ്പൊ വിളിച്ചോ വിളിച്ചില്ലെന്ന് മനസ്സിലാവാൻ നമ്മൾ എന്താ നോക്കണ്ടേ? യാ എന്നുണ്ടെങ്കിൽ എന്താണ്? വിളിക്കുന്നതിന്റെ അടയാളമാണ്. യാ എന്ന് പറയുന്നത് എന്താണ്? വിളിച്ചു എന്നതിന്റെ അടയാളം. നിങ്ങൾ നോക്കിയാൽ യാ വന്നിടത്തൊക്കെ നമ്മൾ എന്താ ഉപയോഗിച്ച? അന്തുന്ന അന്ത അന്തിയൊക്കെ അല്ലേ. അതില്ലാത്തടത്തൊക്കെ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഹിയ ഹുവ ഹുന്നയൊക്കെ അല്ലേ. അപ്പം ഈ സെറ്റ് നമ്മൾ അവരെ കുറിച്ച് പറയുമ്പം അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന എന്നുള്ള സെറ്റ് അവരെ വിളിച്ചിട്ട് അവരോട് നീ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ, ഞാന് അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയാൻ ഇതിൽ രണ്ടിലും പെടാത്ത അനയും നെഹ്നും അല്ലെ. ഞാന്, ഞങ്ങൾ. അപ്പൊ ഇതിന്റെ ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്തതില് നമുക്ക് നോക്കി എഴുതാനൊന്നുമില്ല. ലമീർ നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. യുലവ്വിനാനിയിൽ ഏതാണ് ലമീർ ഉള്ളത്? നിങ്ങൾ പറഞ്ഞേ. നിങ്ങളൊന്ന് എഴുതിയേ. ഇത് ഓരോന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങളൊന്ന് എഴുതിയേ. ഇതിന്റെ ഉള്ളിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു തരണോ? ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട്
യുലബിനാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര് കളർ കൊടുക്കുന്നു എന്നാണ്. അപ്പം ഹുമാ എന്നുള്ള ലമീറായിരിക്കും. അവർ രണ്ടുപേരെന്ന് പറയുമ്പം അതിനെക്കുറിച്ച് പറയാൻ ഹുമാ എന്നല്ലേ നമ്മൾ ഉപയോഗിക്കുക. അതാണ് അതിലുള്ള ലമീർ. അതേപോലെ ബാക്കിയുള്ളതിലുള്ള ലമീർ നിങ്ങൾ കണ്ടെത്തിയേ. സ്വന്തമായിട്ട് പുസ്തകത്തിലൊന്നും നോക്കാതെ ഒന്ന് എഴുതിയേ, നമ്പർ ഇട്ടിട്ട് ഒന്ന് എഴുതിയേ. എഴുതി കഴിഞ്ഞിട്ട് ബാക്കി കേൾക്കാം. എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി തെക്തുബാനിയിൽ ഏതാണ് ലമീർ ഉള്ളത്? അന്തുമാ എന്ന ലമീറ. നിങ്ങൾ രണ്ടുപേരും എഴുതുകയാണ് എന്നാണ്, അല്ലെങ്കിൽ എഴുതും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അന്തുമാ എന്നാണ് ലമീർ വരിക. യർസുംന. യർസുംന നമുക്കറിയാം അവര് വരക്കുന്നു എന്നാ. അതും ആരാണ് ഈ അവരെന്ന് പറയുന്നത്? അവരെന്ന് പറയുന്നത് പെൺകുട്ടികളാണ് അല്ലെ. യർസുംന എന്ന് പറയുമ്പോൾ അതില് പെൺകുട്ടികളെ കുറിച്ചാ. ആൺകുട്ടികളെ കുറിച്ചാണെങ്കിൽ യർസുമൂന എന്ന് പറയുമായിരുന്നു, യഖ്തഊന എന്ന് പറഞ്ഞതുപോലെ. ആൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് നീട്ടിയിട്ട് പറയുമായിരുന്നു. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ ഹുന്നയാണ്. കുറെ പെൺകുട്ടികളായതുകൊണ്ട് ഹുന്നയാണ്. യഖ്തഊനയിൽ ഏതായിരിക്കും അപ്പം? യഖ്തഊന, അവർ മുറിക്കുന്നു. അത് ആൺകുട്ടികളെ കുറിച്ചാ. അപ്പൊ ആൺകുട്ടികളെ കുറിച്ച് അവർ എന്ന് പറയാൻ ഏതാ ലമീർ? ഹും. നുഇദ്ദു എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാം, അല്ലെ നമ്മൾ തയ്യാറാക്കും. അപ്പൊ ഏതാണ്? യെസ്, നെഹ്നു. നമ്മൾ എന്നുള്ളതിന് ഏതാണ്ട് നെഹ്നു ആണ് ഉപയോഗിക്കുക. തജ്മഊന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. ഇത് ആരോടാ തജ്മഊന എന്ന് പറയാ? ആണുങ്ങളോടാണ് തജ്മഊന എന്ന് പറയാ. മനസ്സിലായ? അപ്പൊ ആണുങ്ങളോട് നിങ്ങൾ എന്ന് പറയുമ്പം ഏതായിരിക്കും ഇവിടെ എടുത്ത ലമീർ? അന്തും. ആണുങ്ങളോട് നിങ്ങൾ എന്ന് പറയുമ്പം അന്തും എന്നല്ലേ. ആണുങ്ങളെ കുറിച്ച് അവർ എന്ന് പറയുമ്പോഴാണ് ഹും ഉപയോഗിക്കുക. ആണുങ്ങളോട് നിങ്ങൾ എന്ന് പറയുമ്പം അന്തും എന്ന ലമീറാണ് ഉപയോഗിക്കുക. ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? അതിന്റെ ലമീറുകൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഉത്തരം തെറ്റിപ്പോയവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളിലെ ലമീറുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഓർഡറിലൊന്നും, ടെക്സ്റ്റിലുള്ള അതേ ഓർഡറിലൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് തരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. കിട്ടുന്നില്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഈ പാഠത്തിൽ ഇനി വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. ഈ പാഠത്തിൽ ഇതിലൊക്കെ ഓരോന്നിനും ഇതേപോലെ വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഉദാഹരണത്തിന് ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ പിന്നെ അന്ത, അന്തി, അതേപോലെ തന്നെ ഹുവ, അതേപോലെ ഹിയ, പിന്നെ ഹും, ഹുന്ന, ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ബാക്കി കുറെ എണ്ണം ഉണ്ട് അല്ലേ. അന്തുമാ ഉണ്ട്, അന്തുന്നയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് അന്തുന്ന നമ്മൾ ചെയ്തതിലുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് നോക്കണം. ഇതല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിനൊരു നമ്മൾ ആ ചെയ്യാനുള്ള ഒരു നേക്ക് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മുഫ്രദോ ജംഅോ എഴുതാനാണ്. കമാഫിൽ മിസാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിലുള്ളതുപോലെ, മാതൃകയിലുള്ളതുപോലെ. ഇവിടെ മാതൃക തന്നിട്ടുണ്ട്. ഒന്നാമത്തത് മാതൃക. അതിലുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മുഫ്രദ് ഉള്ളതിന്റെ ജം എഴുതണം, ജം ഉള്ളതിന്റെ മുഫ്രദ് എഴുതണം. ഇവിടെ മുഫ്രദും ഉണ്ട്, ജംഉം ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വറഖുൻ. എന്തായിരുന്നു? ഇവിടെ എഴുതുക. നിങ്ങൾ നമ്പർ ഇട്ടിട്ട് ഉത്തരം മാത്രം ഒന്ന് പെട്ടെന്ന് എഴുതിയേ. നമ്പർ ഇട്ടിട്ട് ഉത്തരം മാത്രം ഒന്ന് എഴുതിയേ. എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ പറയാം. വറഖുൻ ജംഅ ഔറാഖുൻ. വറഖുന്റെ ജം എന്താണ്? ഔറാഖുൻ. സൂറത്തിന്റെ ജം എന്താണ്? സുവറുൻ. ഖലമുൻ ജംഅ അഖ്ലാമുൻ, അല്ലെ? അഖ്ലാമുൻ. താലിബാത്തിന്റെ മുഫ്രദ് എഴുതണ്ട. താലിബാത്തുൻ എന്ന് കണ്ട മുഫ്രദ് താലിബത്തുൻ എന്നാണ്. താലിബത്തുൻ എന്നാണ്. താലിബൂന എന്ന് കണ്ടാൽ മുഫ്രദ് എന്താണ്? താലിബുൻ എന്നാണ്. തുന്നാണെങ്കിൽ തുന്നുകൊണ്ട് അവസാനിപ്പിക്കണം കേട്ടോ. ഇവിടെ തുന്നുണ്ടെങ്കിൽ ഇവിടെയും തുന്നുണ്ടാവും. രണ്ടു ഭാഗത്തും തുന്നണം. രണ്ടു ഭാഗത്തും തുൻ കൊടുക്കണം. അപ്പൊ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ അപ്പുറവും കൊടുക്കുക. അപ്പൊ താലിബുൻ, താലിബുൻ. ഇതിന്റെ എന്തായിരിക്കും? താലിബൂന, താലിബൂന. ഇങ്ങനെയാണ്. അപ്പൊ ഇത് ബോയ്സ് ആണ് അല്ലെ. ബോയ്, ബോയ്സ്. ഗേൾ, ഗേൾസ്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കി കളയാം.
ശരി, അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ത്വാലിബത്തുൻ, ത്വാലിബാത്തുൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ അത് മൊത്തം മഞ്ഞു പോയോ? ഓക്കെ, കുഴപ്പമില്ല. ത്വാലിബത്തുൻ അല്ലേ? ത്വാലിബത്തുൻ, ത്വാലിബത്തുൻ. ഇനി അസ്തിഖായിന്റെ മുഫ്രദ് എന്താണ്? സ്വദീഖുൻ, 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 അസ്തിഖാഉൻ. ഇപ്പൊ കുറെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അന്തന്റെ ജമ്മൊക്കെ ഉണ്ട് അല്ലേ? അന്തന്റെ ജമ്മാണ് എന്ത്? അന്ത എന്ന് പറയുമ്പോൾ നീ, അന്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ, അന്തി, അന്തുന്ന. ഹുവന്റെ ജമ്മാണ് എന്ത്? ഹും. ഹിയന്റെ ജമ്മാണ് എന്ത്? ഹുന്ന. അങ്ങനെയൊക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അതൊക്കെ പഠിക്കാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ പാഠത്തിലെ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി പാഠം നന്നായി പഠിച്ച് ഇതിലൊക്കെയുള്ള ഈ ജദുവലിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഒന്നുകൂടി എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയതിന് ശേഷം പിന്നെ ഉസ്താദ് വിശദീകരണം പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട, അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നിടത്തേക്ക് പോയാൽ മതി. അപ്പം അങ്ങനെ ഒന്നുകൂടി എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.